അണുകുടുംബത്തിൻ്റെയും കൂട്ടുകുടുംബത്തിൻ്റെയും നേട്ടങ്ങളും കോട്ടങ്ങളും വിമർശനാത്മകമായി വിലയിരുത്തുക. അണുകുടുംബം എന്നാൽ അച്ഛനും അമ്മയും കുട്ടികളും മാത്രം ഉൾക്കൊള്ളുന്ന കുടുംബത്തെയാണ് നമ്മൾ അണുകുടുംബം എന്ന് പറഞ്ഞാൽ. എന്നാൽ കൂട്ടുകുടുംബം എന്നാലോ അച്ഛനും അമ്മയും കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പിന്നീട് കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവരും കൂടി കൂടിച്ചേർന്നിട്ടുള്ളതിനാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു കൂടുതലായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അണുകുടുംബമാണ്. അതുപോലെ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. പണ്ട് കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് കുടുംബങ്ങൾക്കിടയിലും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കിടയിലും നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് എല്ലാവരും സ്വന്തം കുടുംബം വലിയ അച്ഛൻ അമ്മ കുട്ടികൾ എന്ന രീതിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വംശകേന്ദ്രോന്മുഖതയും സാർവജനീയതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. വംശകേന്ദ്രോന്മുഖത എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം മറ്റുള്ള സംസ്കാരങ്ങളേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതും അല്ലെങ്കിൽ നല്ലതുമാണെന്നൊരു ചിന്ത ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വംശകേന്ദ്രോന്മുഖത എന്ന് പറയുന്നത്. സംസ്കാരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് വംശകേന്ദ്രോന്മുഖത രൂപപ്പെടുന്നത്. മറ്റു സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്നതിനെയാണ് വംശകേന്ദ്രോന്മുഖത എന്ന് പറയുന്നത്. സ്വന്തം സംസ്കാരം മറ്റുള്ളവരുടെ സംസ്കാരത്തേക്കാൾ മികച്ചതാണെന്ന ധാരണയാണ് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. പണ്ട് മക്കളെ പ്രഭു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോഴും ഈ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് പാശ്ചാത്യ സംസ്കാരം നമ്മുടെ സംസ്കാരത്തേക്കാൾ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ച് മുൻപന്തിയിലാണ്, അല്ലെങ്കിൽ അവരുടേതാണ് കുറച്ചും കൂടി മികച്ചതെന്നൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. എന്നാൽ സാർവജനീനത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സംസ്കാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക, അല്ലേ? നമ്മുടെ സംസ്കാരത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തോടൊപ്പം തന്നെ മറ്റുള്ളതിനും അതേ പരിഗണിക്കൽ, അതേ തുല്യത കൊടുക്കുക എന്നതാണ് സർവ്വജനീനത എന്ന് പറഞ്ഞാൽ. വംശകേന്ദ്രോന്മുഖതയുടെ നേർവിപരീതമാണ് സർവ്വജനീനത. സർവ്വജനീന കാഴ്ചപ്പാട് മറ്റ് സംസ്കാരങ്ങളുടെ വ്യത്യസ്തകൾ വില കൽപ്പിക്കുന്നു. സർവ്വജനീനമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും സ്വന്തം സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സാംസ്കാരിക കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, വിദേശ വാക്കുകളെ സ്വന്തം പാദസഞ്ചയത്തിൽ തുടർച്ചയായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഒരു അന്തർദേശീയ വിനിമയ ഭാഷയായി ഉയർന്നു വന്നതും പാശ്ചാത്യ സംഗീതം, ഇന്ത്യൻ നാടോടി സംഗീതം പോലുള്ള സംഗീതം എന്നിവയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഹിന്ദി ചലച്ചിത്ര സംഗീതം പ്രസിദ്ധിയാർജിച്ചതും സർവ്വജനീയതയ്ക്ക് ഉദാഹരണങ്ങളാണ്. സർവ്വജനീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും പോലെ തന്നെ മറ്റുള്ളതിനെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ അതിനെന്താണ് ആദരിക്കാനും ബഹുമാനിക്കുകയും ചെയ്യുക. ഇപ്പം വംശകേന്ദ്രോന്മുഖതയും സാർവജനീയതയും തമ്മിലുള്ള താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവയെ തമ്മിലുള്ള വ്യത്യാസം എഴുതാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സാമൂഹികവൽക്കരണത്തിൻ്റെ ഏജൻസികൾ ഏതെല്ലാമാണ്? സാമൂഹികവൽക്കരണത്തിൽ അവർ വഹിക്കുന്ന പങ്ക് വിശദീകരിക്കുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സാമൂഹികരണത്തിന് പ്രധാനമായിട്ട് 4 ഏജൻസികളാണുള്ളത്. 1 കുടുംബം, 2 സമസംഘം, 3 വിദ്യാലയം, 4 ബഹുജന മാധ്യമം അഥവാ മാസ് മീഡിയ എന്ന് പറയും. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിൻ്റെ സാമൂഹിക പ്രക്രിയയ്ക്ക് ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബത്തിൻ്റെ പ്രദേശവും സാമൂഹ്യ വർഗവും സാമൂഹികരണത്തെ കൃത്യമായ രീതിയിൽ സ്വാധീനിക്കുന്നു. കുട്ടികൾ അവരുടെ പെരുമാറ്റ രീതികൾ സ്വീകരിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നാണ്. ഇതാണ് സാമൂഹികരണത്തിൻ്റെ ഒന്നാമത്തെ ഏജൻസിയായിട്ട് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 2 സമസംഘം അഥവാ പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സാമൂഹികരണത്തിൻ്റെ ഒരു പ്രധാന ഏജൻസിയാണ് സമസംഘം. സമപ്രായക്കാരുടെ സംഘമാണ് സമസംഘം. സമപ്രായക്കാരുമായുള്ള ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം വലിയ സ്വാധീനം ചെലുത്തുന്നു. വ്യക്തിയുടെ സ്വഭാവം, ജീവിതശൈലി, പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ സമപ്രായക്കാർ സഹായിക്കുന്നു. 3 വിദ്യാലയങ്ങൾ. ഒരു നിശ്ചിതമായ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഔപചാരിക പ്രക്രിയയാണ് വിദ്യാലയങ്ങളിലെ പഠനം. എല്ലാ അർത്ഥത്തിലും വിദ്യാലയങ്ങൾ ഒരു സാമൂഹികരണ ഏജൻസി കൂടിയാണ്. സ്കൂളുകളിൽ ഔപചാരിക പഠനത്തോടൊപ്പം കുട്ടികളുടെ പഠനത്തെ രൂപപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന ഒരു പാഠ്യപദ്ധതിയുണ്ടെന്ന് സമൂഹശാസ്ത്രജ്ഞർ പറയുന്നു. അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളും മൂല്യങ്ങളും കുട്ടികളെ സാമൂഹീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മാസ് മീഡിയ എന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മാസ് മീഡിയ.
ബഹുജന മാധ്യമങ്ങൾ അഥവാ മാസ് മീഡിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ആവശ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ തുടങ്ങിയ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളും സ്പർശിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാധീനം കുട്ടികൾക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ധാരണ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സാമൂഹികത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 4 ഏജൻസികൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വളർച്ചയിലും അല്ലെങ്കിൽ വികാസത്തിലും സ്വാധീനം ചെലുത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാമൂഹിക സംഘത്തിൻ്റെ 6 സവിശേഷതകൾ എഴുതുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ: നിരന്തരമായ പാരസ്പര്യം, ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക, സംഘബോധം, പൊതു താല്പര്യം, പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത, നിശ്ചിതമായ ഘടന. ഇതൊക്കെയാണ് സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ. ഇവ ഓരോന്നും ചിലപ്പോൾ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ചോദ്യം വരികയാണെങ്കിൽ ഇവ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നമ്മൾ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സമൂഹശാസ്ത്രം മറ്റ് സമൂഹശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രസ്താവനയെ ഉദാഹരണ സഹിതം ന്യായീകരിക്കുക. സമൂഹശാസ്ത്രം മറ്റ് പ്രധാനമായിട്ടുള്ള സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് മനഃശാസ്ത്രം അഥവാ സൈക്കോളജിയുമായിട്ടാണ്. അപ്പം എങ്ങനെയാണ് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച്, മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നത്. മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ വ്യക്തി അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ കേസ് സ്റ്റഡിയും ക്ലിനിക്കൽ നിരീക്ഷണമൊക്കെയാണ് മനഃശാസ്ത്ര പഠന രീതികളായിട്ട് ഉപയോഗിക്കുന്നത്. മനഃശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അപ്പം എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഘടകമാണ് നരവംശശാസ്ത്രം. മനഃശാസ്ത്രം നരവംശാസ്ത്രവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലേ? അതായത് വളരെ കാലം മുമ്പുള്ള മനുഷ്യൻ്റെ ജീവിത രീതിയും അതുപോലെ ഇന്ന് വരെയുള്ള മനുഷ്യൻ്റെ ജീവിതവും തമ്മിൽ ഒരുപാട് താരതമ്യം ചെയ്തൊക്കെ മനുഷ്യനെ കുറിച്ച് പഠിക്കാറുണ്ട്. മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവിത നിലവാരം, അല്ലെങ്കിൽ അത് കുടുംബം, മതം പോലുള്ള ഒരുപാട് ഘടകങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മനുഷ്യൻ്റെ ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവൻ്റെ പ്രാകൃതികമായിട്ടുള്ള സമൂഹങ്ങളെക്കുറിച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നരവംശശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തെയാണ് നരവംശശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ മൊത്തമായിട്ടാണ് ഇവിടെ നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതവും അല്ലെങ്കിൽ മനുഷ്യനുമായി ചുറ്റപ്പെട്ടുള്ള എല്ലാ ഘടകങ്ങളെയും നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നു.